ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വെള്ളിയാഴ്ചയുടെ ധ്യാനം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമുക്ക് നൽകുന്നത്. ഓരോ ദുരിതത്തിനും ഓരോ ആശ്വാസത്തിൻ്റെ സന്ദേശമുണ്ട് എന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തിയ സത്യമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ധ്യാനത്തിനായി നമുക്കേവർക്കും ഈ പരിശുദ്ധാലയത്തിൽ ചേർന്ന് വരുവാൻ ഇടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആദരണീയനായ കവി പോൾ റമ്പാച്ചനെയും മാത്തുക്കുട്ടി അച്ഛനെയും എൽദോ അച്ഛനെയും ഈ സമയത്ത് നന്ദിപൂർവ്വം ഓർക്കുന്നു. ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഈ ദിവസത്തിൻ്റെ ധ്യാനം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും മഹത്തരമായ അനുഭവം നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാം ഇരിക്കുന്നത് ദൈവസന്നിധിയിൽ ആണ് എന്ന് മാത്രമല്ല, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ പരിചരിച്ച് ഈ മനുഷ്യർക്ക് ദൈവിക ദാനങ്ങളെ പകർന്നു കൊടുത്ത പുണ്യവാനായ പരിശുദ്ധനായ പരിമലത്തിനുവേനിയുടെ സാന്നിധ്യത്തിലാണ് എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. ആ പിതാവിൻ്റെ മധ്യസ്ഥതയും അനുഗ്രഹവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യം ഇന്നത്തെ ധ്യാനത്തിനായിട്ട് സമർപ്പിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ഞാൻ വാക്യം വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഈ വാക്യം നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മയിൽ വയ്ക്കുവാൻ നമുക്ക് സാധിക്കും. 14-ാം വാക്യം ഇപ്രകാരമാണ്: ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. വളരെ ചെറിയൊരു വാക്യമാണ്. ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രചോദനമായി തീരത്തക്കവണ്ണം ഏവരും പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന കാര്യം ഓർപ്പിക്കട്ടെ. വാക്യം പ്രകാരമാണ്: ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതാണ് നാം അന്വേഷിക്കുന്നത്. ഈ ലളിതമായ വാക്യത്തിൻ്റെ ഹൃദ്യമായി ഇതിനകത്ത് ചേർന്ന് വരുന്ന ചിന്തകൾ മാത്രം ഓർമ്മിപ്പിക്കട്ടെ. ഈ വാക്യം പറയുന്നത് എന്താ? നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളതാണ് നാം അന്വേഷിക്കുന്നത്. ഈ ലോക ജീവിതം ഒരു അന്വേഷണമാണ്. വാക്യത്തിൻ്റെ അവസാനം മുതൽ മുമ്പോട്ട് വരാം. ഈ ലോക ജീവിതം ഒരു അന്വേഷണമാണ്. നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അന്വേഷണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ സീക്ക് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പരിഭാഷയിൽ സീക്ക്, അന്വേഷണം. എന്നാൽ മറ്റ് രണ്ട് പദങ്ങൾ കൂടെ അന്വേഷണം നമുക്കറിയാം. ഏതെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൻ്റെയോ ട്രെയിനിൻ്റെയോ സമയം അറിയണമെങ്കിൽ അവിടെ എൻക്വയറി കൗണ്ടറുണ്ട്. അവിടെ മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അന്വേഷണങ്ങളെന്നാണ്. കണ്ടിട്ടുണ്ടാവുമല്ലോ, അന്വേഷണങ്ങളാണ്. എൻക്വയറി എന്നുള്ള ഒരു വാക്ക് ഇംഗ്ലീഷിൽ നമുക്ക് തന്നിട്ടുണ്ട്, അന്വേഷണം. അത് വഴി അന്വേഷിക്കുന്നതാണ്. ഈ ഭൗമിക കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ തിരക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഈ അന്വേഷണം കൊണ്ട് എനിക്ക് വിവരമറിയണം. വിവരമറിയാൻ വേണ്ടി നമ്മളെല്ലാവരും അന്വേഷിക്കാറുണ്ട്. നല്ല വിവരങ്ങൾ അറിയാൻ അന്വേഷിക്കാറുണ്ട്. മറ്റുള്ളവരുടെ ദോഷം ആയിട്ടുള്ള വിവരങ്ങളും അറിയാൻ അന്വേഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എൻക്വയറിയാണ്, നമ്മൾ അന്വേഷണമാണ്.
ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു വീഴുന്ന സമയം മുതൽ അത് അന്വേഷിക്കുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചാണ്. കുഞ്ഞ് ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ സംസാരിക്കാൻ തുടങ്ങും. സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ. ഇച്ചിരിയുടെ പ്രായമാകുമ്പോൾ വഴിയാത്രയിൽ പോകുമ്പം ഓരോ കാര്യങ്ങളും കാണുന്നതെല്ലാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കൂടുതൽ അന്വേഷണമാകുമ്പോൾ നമ്മൾ ചെറിയൊരു നുള്ളു കൊടുക്കും. അതോടെ അന്വേഷണവും തീരും. ആ സൂത്രം പ്രയോഗിച്ചുള്ളവർ ഇരിക്കുന്ന എനിക്കറിയാം. അന്വേഷണം എന്ന് പറയുന്നത് ശിശു സഹജമായ അന്വേഷണമുണ്ട്. ആ പ്രായം കഴിയുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് അറിവാണ്. നമ്മൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, പഠിക്കുന്നതിനുള്ള അറിവ് അന്വേഷിക്കുകയാണ്. അവിടെ നമുക്ക് അന്വേഷണം അറിയാനൊക്കും. അവിടെയെല്ലാം നമ്മൾ അന്വേഷിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എൻക്വയറി, അന്വേഷിക്കുക. രണ്ടാമത് അതിന് പറയുന്ന അന്വേഷണത്തിൽ പറയുന്ന മറ്റൊരു ഇംഗ്ലീഷ് വാക്കാണ് സെർച്ച്. അത് പോലീസുകാർക്കുള്ളതാണ്, അന്വേഷണം. നമ്മളും വീട്ടിലെ പല കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. ഒളിച്ചു വെച്ചേക്കുന്ന കാര്യം എവിടെ വെച്ചേക്കാൻ നോക്കുന്ന ആളുകൾ, അതിനൊരു സെർച്ചാണ്. എന്തോ ഇവിടുന്ന് തിരയുന്നതെന്ന് അത് തെരച്ചിലെന്നാണ് അതിന് പറയുന്നത്. അന്വേഷണം ഒരു തിരയലാണ്, തിരച്ചിലാണ്. ഈ ലോകത്ത് കാണാതെ പോകുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള തിരച്ചിൽ. പണം വെച്ചിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് മറന്നുപോയാൽ നമ്മളെല്ലായിടത്തും തിരയും. കുന്തം അന്വേഷിക്കുന്ന ആൾ കുടത്തിലും തപ്പി നോക്കണമെന്നാണ് പറയുന്നത്. അത് അന്വേഷണമാണ്, സെർച്ചാണ്. ഈ ലോകത്തെ പല കാര്യങ്ങളും അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പല കണ്ടുപിടുത്തങ്ങളും ഇങ്ങനെയുള്ള തെരച്ചിലിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. ഓരോ തെരച്ചിൽ വരുമ്പോഴേക്കും ഒരുപക്ഷെ അവിടെ കാണുകയില്ല, നമ്മൾ അടുത്തടുത്ത് പോവും. അവിടെ കാണുകയില്ല, നമ്മൾ അതിനടുത്തടുത്ത് പോവും. അങ്ങനെ നമ്മൾ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കും. പ്രായമായാലും ഈ അന്വേഷണം തുറന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ഒരുപാട് രഹസ്യങ്ങൾ നമ്മുടെ മനസ്സിലും നമ്മുടെ വീട്ടിലുള്ളവരുടെ മനസ്സിലുമുണ്ട്. അതെവിടേക്ക് വെച്ചെങ്കിൽ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം. ആ തെരച്ചിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മൂന്നാമതൊരു വാക്കുള്ളത് സീക്കിംഗ് ആണ്. സീക്ക് എന്ന് പറയുമ്പോൾ ഹൃദയം കൊണ്ടുള്ള അന്വേഷണമാണ് സീക്കിംഗ്. മറ്റേത് ബുദ്ധി കൊണ്ട് മതി. ഹൃദയം കൊണ്ടുള്ള അന്വേഷണമാണ് സീക്കിംഗ്. ഈ വാക്കാണ് പൗലോസ് ലീഹ ഈ ലേഖനം എഴുതുമ്പോൾ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക്. സീക്കിംഗ്, ഹൃദയപൂർവ്വമുള്ള അന്വേഷണം. നമ്മുടെ ഈ ലോക ജീവിതം എന്താണെന്നാണ് പറഞ്ഞത്? ഒരു അന്വേഷണമാണ്. അത് കേവലം തിരിച്ചറിയാനുള്ള അറിവ് മാത്രമുള്ളതല്ല. അതൊരു തെരച്ചിൽ മാത്രമല്ല. അത് ഹൃദയപൂർവമായ ഒരു അന്വേഷണമാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നത് ബുദ്ധി കൊണ്ടോ വിവേകം കൊണ്ടോ ഒന്നുമല്ല. ദൈവത്തെ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണെന്നാ പറഞ്ഞത്? ഹൃദയപൂർവം ദൈവത്തെ അന്വേഷിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പറഞ്ഞത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തി അവനോട് സംസാരിക്കുന്നതാണ്, സംസർഗം ചെയ്യുന്ന പ്രാർത്ഥന. അവിടെ ഉയരേണ്ടത് നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ വിവേകമല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ഹൃദയമാണ് ഉയർത്തേണ്ടത്. അപ്പൊ ഹൃദയപൂർവമുള്ള അന്വേഷണമാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം. പൗരസ്ത്യ ഓർത്തഡോക്സ് ചിന്താഗതിയിൽ നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ വളർച്ചയ്ക്ക്, ഈ വിശ്വാസവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് 3 പടികളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം ഞാൻ ഓർപ്പിക്കാം. വിശ്വസിക്കുന്നതിന്, വിശ്വാസത്തിൽ വളരുന്നതിന്, ഒരു ദൈവ പൈതലായി ജീവിക്കുന്നതിന് ആദ്യമുണ്ടാകേണ്ടത് ഫെയ്ത്ത്, വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസം,
പ്രമാണങ്ങളുള്ള വിശ്വാസം, സഭയിലുള്ള വിശ്വാസം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ പടിയാണ്. വിശ്വാസമാണ് ആദ്യം വേണ്ടത്. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് രണ്ടാമത്തെ പടിയാണ് സീക്കിംഗ്. ഫെയ്ത്ത്, സീക്കിംഗ്, അന്വേഷിക്കുക. വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അന്വേഷിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ പദം കിട്ടും, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാകും. നമ്മുടെ വിശ്വാസം, നമ്മുടെ അന്വേഷണം, നമ്മുടെ മനസ്സിലാക്കൽ. നമുക്ക് പലതും മനസ്സിലായിട്ടുണ്ടോ? ദൈവത്തെ മനസ്സിലായിട്ടുണ്ടോ? വിശ്വാസം മനസ്സിലായിട്ടുണ്ടോ? ജീവിതത്തിൻ്റെ സുഹൃതങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തതെന്നറിയാമോ? നമ്മുടെ അന്വേഷണം ആദ്യം വരും. നിരീശ്വരവാദികളായ ആളുകൾ ഇന്ന് കേട്ടിട്ടുണ്ട്, ദൈവമില്ല എന്ന് പറയുന്നവർ. ദൈവമില്ല എന്ന് പറയുന്നവർ വളരുന്നത് എങ്ങനെയാ? ആദ്യം അവരുടെ വിശ്വാസം എങ്ങനെയാക്കും? ദൈവമില്ല. ആ ദൈവമില്ല എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് അവർ അന്വേഷിക്കും. എന്തന്വേഷിക്കും? ദൈവമില്ലെന്ന് എങ്ങനെ പറയാമെന്ന് അന്വേഷിക്കും. അവസാനം അവരെവിടെത്തും? അവർക്ക് മനസ്സിലാകും ദൈവമില്ലെന്നുള്ളത്. എളുപ്പമാണ് അത്. എന്തെങ്കിലും കാര്യം ഇല്ലെന്ന് പറയാൻ എളുപ്പമാണ്. ആരെങ്കിലും വീട്ടിലൊരു സാധനം ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഓ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് വിടാൻ സാധിക്കും. കാരണം നമുക്ക് അന്വേഷിക്കാൻ വയ്യ, ബന്ധപ്പെടാൻ വയ്യ. ഇല്ല എന്ന് പറയാൻ, നോ എന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ എസ് എന്ന് പറയാൻ, ഉണ്ടെന്ന് പറയാൻ ചില പാടാണ്. എന്തുകൊണ്ടാണ് ഉണ്ടെന്ന് പറയേണ്ടത്? ദൈവമുണ്ട് എന്ന് പറയേണ്ട ആവശ്യം വിശ്വാസി എങ്ങനെയാണ് വളരുന്നത്? ആദ്യം അവൻ വിശ്വസിക്കും ദൈവമുണ്ട്. ദൈവമുണ്ട് എന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങൾ അവൻ അന്വേഷിക്കും. അങ്ങനെ ദൈവമുണ്ടെന്ന് അന്വേഷിച്ച് അവന് മനസ്സിലാകും ദൈവം ഉണ്ട്. നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. ആദ്യം വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്, പിന്നെയാണ് സീക്കിംഗ്, അന്വേഷണം ഉണ്ടാകേണ്ടത്, പിന്നെയാണ് മനസ്സിലാകുന്നത് എല്ലാ കാര്യങ്ങളും. ഫെയ്ത്ത്, സീക്കിംഗ്, അണ്ടർസ്റ്റാൻഡിങ്. ഇത് ഒരു ക്രിസ്തവ സഭയുടെ ദൈവികമായ ദർശനത്തിൽ ഉൾപ്പെടുന്ന 3 അവസ്ഥകളാണ്. അതുകൊണ്ട് ആദ്യം ഉണ്ടാകേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തിൽ നിന്ന് എന്തുണ്ടാകണം? അന്വേഷണം ഉണ്ടാകണം. എന്നാൽ മനുഷ്യനെ അന്വേഷിക്കുന്നത് വിശ്വാസത്തിൽ നിന്നോ വിശ്വാസത്തിന് വേണ്ടിയോ അല്ല. ഇംഗ്ലണ്ടിൽ നടന്നൊരു ചെറിയ കഥയുണ്ട്. അവിടെ ഒരു മനുഷ്യൻ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവരും നടക്കാനിറങ്ങും. എന്തിനാണ് നടക്കാൻ ഇറങ്ങുന്നത്? ഒന്നുകിൽ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് നടക്കും, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് നടക്കും. ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നടക്കും. ഇംഗ്ലണ്ടിൽ, വിദേശ രാജ്യങ്ങളിൽ ഇത് ഇന്നല്ല, പണ്ട് മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല. അവർ മോർണിംഗ് വാക്കിന് ഇറങ്ങും, ഈവനിങ് വാക്കിന് ഇറങ്ങും. ഒരു മനുഷ്യൻ, ഒരു 30 വയസ്സ് പ്രായമായ ഒരു മനുഷ്യൻ ഇംഗ്ലണ്ടിലെ തെരുവീഥികൾ കൂടെ സാധാരണ എല്ലാവരും നടക്കുന്നത് പോലെ ഈവനിങ് വാക്കിന് നടന്നു പോവുകയായിരുന്നു. അങ്ങനെ നടന്നു പോയപ്പോൾ കാല് തട്ടി ഒന്ന് കുനിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കിടക്കുന്ന ഒരു പൗണ്ട്. ഇംഗ്ലണ്ടിലെ നാണയമാ പൗണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ ആ പൗണ്ട് നമ്മൾ സാധാരണ അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അതങ്ങ് എടുക്കും. ആരെങ്കിലും കാണുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. താഴെ കളഞ്ഞു കിട്ടുന്ന ഒരു സന്തോഷമാണ്. അപ്പോൾ ഈ മനുഷ്യന് അങ്ങനെ കളഞ്ഞു കിട്ടി. അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ നോക്കി. കാരണം നമ്മുടെ എല്ലാ സ്വഭാവം അങ്ങനെ. വീണ്ടും അവിടെ കാണും കിടപ്പുണ്ട്, ഒന്നുകൂടെ നോക്കത്തില്ലേ എന്തെങ്കിലും കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ എന്താണേലും. ഈ മനുഷ്യന് അങ്ങനെ നോക്കിയപ്പോൾ ചെറിയൊരു പണം കിടക്കുന്നു. പെൻസ് അറിയാമല്ലോ, ചെറിയ നാണയം. പിന്നെയും പോകുന്ന വഴിക്ക് നടന്ന് അങ്ങ് നോക്കി. പിറ്റേ ദിവസവും നടന്നു വന്നപ്പോൾ ഈ കിട്ടിയ സ്ഥലമാകുമ്പോൾ, പൈസ കിട്ടിയില്ലേ, കളഞ്ഞു കിട്ടിയില്ലേ, ആ സ്ഥലമായപ്പോൾ ഈ മനുഷ്യൻ വീണ്ടും എന്ത് ചെയ്തു? കാല് തട്ടിയില്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ കുഞ്ഞു നോക്കി. കാരണം അവിടെ പൈസ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോഴും കാണുമെന്ന് കരുതി അവർ വീണ്ടും നോക്കി. അവിടെ ഒന്നും കണ്ടില്ല. പക്ഷെ മുമ്പോട്ട് പോയപ്പോൾ അവിടെ കിടക്കുന്നു വീണ്ടും ഒരു പൗണ്ട്. ആഹാ, സന്തോഷം. ആ പൗണ്ടും എടുത്തു. പിന്നെ നോക്കി. ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഓരോ പ്രാവശ്യം കിട്ടി. ഒരു 40 വയസ്സായപ്പോൾ, 10 വർഷം കൊണ്ട് അദ്ദേഹത്തിന് 360 പൗണ്ട് കിട്ടി. കളഞ്ഞു കിട്ടിയതാ.
360 പൗണ്ട്. നല്ലതല്ലേ? കളഞ്ഞു കിട്ടുന്നത് നല്ലതാ. 272 പെന്നീസ്, ചെറിയ പണം കിട്ടി. 600 ബട്ടൺസ് കിട്ടി. കോട്ടുകൾക്ക് പഴയ കാലത്ത് അവർക്കറിയാം, നമുക്ക് കോട്ടിൻ്റെ ബട്ടൺസ് കിട്ടി. 250 നല്ല സുന്ദരൻ സേഫ്റ്റി പിൻ, നമ്മൾ സെറ്റി പിൻ എന്ന് പറയത്തില്ലേ, സേഫ്റ്റി പിന്നാണ് നമ്മൾ പറഞ്ഞു സെറ്റി പിന്നാക്കിയത്. സേഫ്റ്റി പിൻ കിട്ടി. ഇതിൻ്റെ കൂടെ ഒരു നല്ല കൂനും കിട്ടി. മനസ്സിലായോ പറഞ്ഞേ? എങ്ങനെ കൂന് കിട്ടിയത്? എല്ലാ ദിവസവും ഇറങ്ങുക, 10 വർഷം നോക്കിയേ കുനിഞ്ഞു നടന്നാൽ എന്താ കിട്ടും? ഒരു കൂനും കൂടെ കിട്ടി. ഈ ലോകത്തിൽ മനുഷ്യനെ അന്വേഷിക്കേണ്ട ഗതി ഇത് തന്നെയാണ്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എൻക്വയറി നടത്തി പോകുന്ന ആളുകളുടെ ഗതി ഇതാണ്. ഈ ലോകത്തിൻ്റെ ദുഃഖങ്ങളും സുഖങ്ങളുമുള്ള ഈ ലോകത്തിൽ എന്താണ് സുഖമെന്ന് അന്വേഷിച്ചു പോകുന്ന, സെർച്ച് ചെയ്തു പോകുന്ന ആളുകളുടെ ഗതി ഇതാണ്. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവില്ല. അപ്പം ഈ ലോക ജീവിതം ഒരു അന്വേഷണമാണ്. ആ അന്വേഷണം ദൈവത്തെയും ദൈവ സാഹചര്യങ്ങളെയും കുറിച്ചാണ്. അതുകൊണ്ട് നമുക്ക് അന്വേഷിക്കാം. എന്തന്വേഷിക്കാം? എൻ്റെ ദൈവത്തെ, എൻ്റെ ദൈവികമായ ആരാധനയെ. അതെങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? ആദ്യം വിശ്വസിക്കുക, പിന്നെ അന്വേഷിക്കുക, പിന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ആ വിശ്വാസത്തിൽ ഉറയ്ക്കുക. ദൈവവിശ്വാസത്തിലും സഭാവിശ്വാസത്തിലും പിതാക്കന്മാരുടെ വിശ്വാസത്തിലും ഏത് വിശ്വാസമായിരുന്നെങ്കിൽ തന്നെയും ആ വിശ്വാസമാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്നാമതും ഓർമ്മിപ്പിക്കുന്നു, ഈ ലോക ജീവിതം നമ്മുടേതെല്ലാം ഒരു അന്വേഷണമാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. നമ്മളെങ്ങനെ വാക്യം ഏതായിരുന്നു? നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. ഈ ലോക ജീവിതം ഒരു അന്വേഷണമാണ്. രണ്ടാമത്തെ ചിന്തയായി സമർപ്പിക്കുന്നത്, നാം അന്വേഷിക്കുന്നത് വരുവാനുള്ളതാണ്. വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച്, വരാനുള്ള ലോകത്തെക്കുറിച്ച് ആണ് നാം അന്വേഷിക്കുന്നത്. വിശ്വാസ പ്രമാണം നമ്മൾ ഇപ്പോഴും ചൊല്ലി. എന്താ പറഞ്ഞത്? വരാനിരിക്കുന്ന ലോകത്തിനു വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുന്നു. പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും സന്ധ്യയ്ക്കും രാവിലെയൊക്കെ ചൊല്ലുന്നതാണ്. വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രധാനമായ സമാപന വാക്യം എന്താ? വരാനിരിക്കുന്ന ലോകത്തിനു വേണ്ടി നോക്കി പാർക്കുന്നു. നമ്മളത് ഉപയോഗിക്കാറുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നു. അത് അന്നേരേ ഉള്ളൂ. പിന്നെ നോക്കി പാർക്കുന്നതൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം എന്തൊക്കെയാണ് നമ്മൾ നോക്കി പാർക്കുന്നതെന്ന്. വരുവാനുള്ളതാണ് നാം അന്വേഷിക്കേണ്ടത്. എന്താ വരാനുള്ളത്? നമുക്കറിയാമല്ലോ. നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം നാളെ എന്ത് സംഭവിക്കുമെന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. മരിച്ചു കഴിഞ്ഞെന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി അത്രയും ചിന്തയില്ല. ഉണ്ടോ? ഇല്ല. നാളെ എന്താണ് സംഭവിക്കാനിരിക്കുന്നത് അറിഞ്ഞാൽ കൊള്ളാവുന്നൊരാഗ്രഹം കാണും സ്വാഭാവികമായിട്ട്. നമുക്കൊരു വർഷത്തെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധനം വാങ്ങിക്കാൻ കിട്ടും. എന്താ അത്? എന്താ? പഞ്ചാംഗത്തിൽ ഒരു വർഷത്തെ ഫലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആ നാള് നോക്കിയാൽ അറിയാം എന്നാ പറയുന്നത്. അങ്ങനെ പുസ്തകമുണ്ട്. ഒരു വർഷത്തെ ഫലം. സാധാരണഗതിയിൽ പഴയ കാലത്തൊക്കെ ജനിക്കുമ്പോഴേ അവസാനം വരെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കാനായിരുന്നു. അതിന് ജാതകം എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ളത്, ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുക എന്താണെന്നുള്ളത്. പിന്നെ അത് ഒരു വർഷത്തെ ഫലമായി ഒരു വർഷം എങ്ങനെ സംഭവിക്കുന്നുള്ളത്. പിന്നെ അത് മാസികകളിൽ ഒരു മാസത്തെ ഫലം വന്നു. അത് വായിക്കാൻ തുടങ്ങി. മാസികകൾ വായിക്കാൻ തുടങ്ങിയ മനുഷ്യൻ. പിന്നെ വീക്കിലി, ഒരാഴ്ച ഇറങ്ങുന്ന വീക്കിലിയിൽ ഒരാഴ്ച നിങ്ങളുടെ ഈ ആഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടുണ്ടോ? ഇതുവല്ലോ നോക്കി കാണുമായിരിക്കുമെന്ന് എനിക്കറിയാം. ചില ദിവസം പത്രങ്ങളിൽ നിങ്ങളുടെ ഇന്ന് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാ?
ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾ നിങ്ങളുടെ ഇന്ന് എങ്ങനെയാണ്, പിന്നെന്താ വേണം? ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇന്ന് സംഭവിക്കുന്ന അറിയാൻ മാർഗമുണ്ട്, നിങ്ങളുടെ ഒരാഴ്ച എന്ത് സംഭവിക്കുന്ന അറിയാൻ മാർഗമുണ്ട്, ഒരു മാസത്തിൽ എന്താ അറിയാൻ മാർഗമുണ്ട്, ഒരു വർഷത്തിൽ എന്താ, ജീവിതം മുഴുവൻ എന്താ സംഭവിക്കാൻ അറിയാനുള്ള മാർഗമുണ്ട്. നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിയുവാൻ നമുക്കെപ്പോഴും ആഗ്രഹമുണ്ട്. അതിന് മാർഗവും ഈ ഭൂമിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് നാം വരുവാനുള്ളതിനെക്കുറിച്ചല്ല അന്വേഷിക്കേണ്ടത്, വരുവാനുള്ള ലോകത്തെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. നമുക്ക് വരാനിരിക്കുന്നതിനെ കുറിച്ച് എന്താ അന്വേഷിച്ചാലും അത് അതുപോലെ നിവർത്തിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഈ ജാതകത്തിൽ പറയുന്നതും ഈ വാരഫലത്തിൽ പറയുന്നതും ഒന്നും സംഭവിക്കണം നിർബന്ധമില്ല. ചിലതൊക്കെ സംഭവിക്കുമായിരിക്കും, അതിനെക്കുറിച്ച് നമുക്ക് സംശയമൊന്നും വേണ്ട. പക്ഷേ നമ്മൾ അന്വേഷിക്കുന്നത് ഈ കാണുന്ന അന്വേഷണമല്ല. പിന്നെ എന്താ അന്വേഷിക്കേണ്ടത്? നമ്മൾ അന്വേഷിക്കേണ്ടത് വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചാണ്. വരാനുള്ളതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. നമുക്ക് വരുവാനുള്ളത് എന്താണ് നമുക്കറിയാം. നമുക്ക് ഇപ്പോൾ അന്വേഷിക്കുന്നതിന് ഇതിന് ഒരു 3 വാക്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് വരാനുള്ളതിനെക്കുറിച്ച്. ഒന്ന്, നമ്മുടെ ഫ്യൂച്ചർ, ഭാവി. അതൊന്ന് അറിയുന്നത് നല്ലതാണെന്ന് നമ്മൾ ചിന്തിക്കും. അറിഞ്ഞാലും ഒന്നുമില്ല, അറിഞ്ഞാലും ഒന്നുമില്ല, ദൈവം തരുന്നതെല്ലാം സ്വീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ വരാനിരിക്കുന്ന നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഭാവി. രണ്ടാമത്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് പറയാൻ പോകുന്നത്, കം. ഏത്? ദ വൺ ടു കം. വരാനിരിക്കുന്ന അതിനെക്കുറിച്ച്. കം എന്ന പദമാണ്. നമുക്കറിയാം, രാവിലെ എഴുന്നേറ്റ് എത്രമാത്രം കഷ്ടപ്പെട്ട ഇവിടെ വരെ കമ്മായത് നമുക്കറിയാം അല്ലേ? നമ്മൾ വന്നത് എങ്ങനെയാണെന്നറിയാം. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ, ഇന്ന് മഴയൊക്കെ പെയ്യുമെന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അല്പം ഒന്ന് ആശങ്കയൊക്കെപ്പെട്ടു. ഞാനും ഇച്ചിരി ആശങ്കപ്പെട്ടു. പക്ഷേ നമ്മൾ വന്നു. എങ്ങനെയാ ബന്ധപ്പെട്ടാണ് നമ്മൾ വന്നത്? ഈ വന്ന ലോകത്തെക്കുറിച്ച് മാത്രമല്ല, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ചില ആളുകളുടെ കുഞ്ഞുങ്ങളൊക്കെ ബൈക്കിലൊക്കെ പോകുന്ന കാണുന്ന ഉടനെ ഇവൻ എന്നാ വരാനിരിക്കുന്നതെന്ന് ചിന്തിക്കാറുണ്ട്. എന്നാ വരാൻ. ചിലരുടെ കുസൃതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കർത്താവേ, ഇവൻ എന്തുവാ സംഭവിക്കാൻ പോകുന്നത്. ചിലരുടെ മാതാപിതാക്കളുടെ പെരുമാറ്റമൊക്കെ കണ്ടുകൾ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ആലോചിക്കും, എന്താ വരാനിരിക്കുന്നത്? എന്തെല്ലാം ദോഷമാണ് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വരാനിരിക്കുന്നത്? ആ ഒരു ചിന്തയല്ല ഇവിടെ പറയുന്നത്. ആ ചിന്തയുണ്ട്, നല്ലതാ അത്. കാരണം നമുക്ക് മനുഷ്യരോടുള്ള പ്രതിബദ്ധതയുണ്ട്, ആ തരത്തിൽ അവരോട് പെരുമാറുകയും ചെയ്യണം. പക്ഷെ ഇവിടെ പറയുന്നു വരാനുള്ള ലോകത്തെക്കുറിച്ച്, വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല, വരാനുള്ള ലോകത്തെക്കുറിച്ച്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്ത് വേറ്റ് പറയുന്നുവോ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. എന്താണ് വരാനുള്ളത്? മൂന്നാമത് ഒരു വാക്കും കൂടെ ഉണ്ട്, വെറും കമ്മല്ല, ഫോർ കമ്മിങ്. മുൻകൂട്ടി കാണാനുള്ള, വരാനുള്ള രാജ്യം. കാക്കാത്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ അവിടെ പോയിട്ടുമുണ്ട്. എന്തിനാ അങ്ങോട്ട് പോകാൻ? നമ്മുടെ വീട്ടിലും ചിലപ്പോൾ ഇഞ്ഞ് കയറി വരാറുമുണ്ട്. എന്താ അവർ പറയുന്നത്? നമ്മുടെ ഭാവിയാണ് പറയുന്നത്. വരാനിരിക്കുന്നതല്ലേ, അത് നല്ലതല്ലേ? വരാനിരിക്കുന്ന അറിയുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഭൂമിയിലുണ്ട്, വരാനിരിക്കുന്ന കാര്യം. എന്നാൽ വരാനുള്ള ലോകത്തെക്കുറിച്ച് ആരാ പറയുന്നത്? വരാനുള്ള ലോകത്തെക്കുറിച്ച് ഉള്ള ചിന്തകളാണ് പൗലോസ്ലീഹ ഈ എബ്രായ ലേഖനം മുഴുവനായിട്ട് നമുക്ക് നൽകുന്നത്. മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എസ്കറ്റോളജിക്കൽ ട്രീറ്റ്മെൻ്റാണ് ഈ ലേഖനത്തിലുടനീളം പൗലോസ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവിന് രണ്ടാമത് വരാനുള്ള അവസരം എങ്ങനെയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ
അതിനെക്കുറിച്ചുള്ള സമാപനം നമുക്കറിയാം. 13 അധ്യായങ്ങളെ ഈ ഇബ്രായ ലേഖനത്തിനുള്ളൂ. അതിൻ്റെ അവസാനത്തെ അധ്യായമാണ് 13. അതിൻ്റെ അവസാനത്തോളം അടുത്തു വരുന്ന വാക്യമാണ് നമ്മൾ വായിച്ചത്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. അപ്പോൾ നാം അന്വേഷിക്കുന്നത് വരുവാനുള്ള രാജ്യമാണ്. നാം അന്വേഷിക്കുന്നത് വരുവാനുള്ള ലോകമാണ്. നാം അന്വേഷിക്കുന്നത് വരുവാനിരിക്കുന്ന രക്ഷകനു വേണ്ടിയാണ്. യഹൂദന്മാർ കാത്തിരുന്ന ഒരു രക്ഷകനുണ്ടായിരുന്നു, മശിഹ. അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും നീക്കി അവർക്ക് വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും നൽകും, വീണ്ടെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടെടുപ്പുകാരന് വേണ്ടി, രക്ഷകന് വേണ്ടി, മശിഹായ്ക്ക് വേണ്ടി യഹൂദന്മാർ കാത്തിരുന്നു. ആ കാലഘട്ടത്തിലാണ് യേശു ജനിക്കുന്നത്. യേശുവിൻ്റെ കാലശേഷം നമുക്ക് വേണ്ടി എല്ലാ ക്രൂസിലെ ത്യാഗവും ഒക്കെ സഹിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയിട്ട് ഒരു നല്ല വാഗ്ദത്തം തന്നു, ഞാൻ പോയതുപോലെ തിരികെ വരും. എന്നിട്ടോ എൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തുള്ള അവകാശം നന്മ ചെയ്ത് ജീവിക്കുന്ന എല്ലാവരും കിട്ടും. തിന്മ ചെയ്താലോ അത് കിട്ടുകയില്ല, പക്ഷേ നരകത്തിൻ്റെ അനുഭവം കിട്ടും. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട, ഒരു വിശ്വാസം ചിന്തിക്കേണ്ട 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്: 1, നമുക്ക് മരണമുണ്ട്, എപ്പോഴും ഓർക്കേണ്ടതാ. 2, നമുക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട്, മരിച്ചു കഴിഞ്ഞ് അവസാനിക്കുന്നില്ല, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. 3 പറയുന്നു, സ്വർഗവും നരകവുമുണ്ട്. ഒരു വിശ്വാസി എപ്പോഴും ചിന്തിക്കേണ്ട 3 കാര്യങ്ങൾ പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. നമുക്ക് മരണമുണ്ട്, മരണത്തോട് അവസാനിക്കുന്നില്ല, നമുക്ക് ഉയർപ്പുണ്ട്, നമുക്ക് ന്യായവിധിയുണ്ട്, സ്വർഗവും നരകവുമുണ്ട്. വരാനിരിക്കുന്നതെന്ത് എന്നുള്ള അന്വേഷണമാണ് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം. നമുക്ക് എന്താ വരാനിരിക്കുന്നത്? ഞാൻ മരിക്കും, ഞാൻ ഉയർക്കും, എനിക്ക് ന്യായവിധി ഉണ്ടാവും, എനിക്ക് അപ്പോൾ കിട്ടുന്നത് എന്താ? സ്വർഗമാണോ നരകമാണോ? വരുവാനിരിക്കുന്ന രാജ്യം, വരുവാനിരിക്കുന്ന ലോകം, അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം. പൗലോസ് ശ്ലീഹ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് ഒരു ആശയം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. ഈ ലോക ജീവിതം ഒരു അന്വേഷണമാണ്. ഈ ലോകത്തിലെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടത്, വരാനിരിക്കുന്ന ലോകത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്തിനാ നമ്മളത് അന്വേഷിക്കേണ്ടത്? ഇവിടെ പറയുന്നു, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. ഈ ലോകം മാറ്റമുള്ളതാണ്. ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത്. ഇത് അനുഭവങ്ങൾ മാത്രമല്ല. ഇന്ന് പനിയുണ്ടെങ്കിൽ നാളെ പനിയില്ല, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ആ പനി പുറകെ വരും. മാറ്റമുണ്ട്, എല്ലാത്തിനും മാറ്റമുണ്ട്. പനി വരും, സുഖമാവും, പിന്നെയും പനി വരും, പിന്നെയും സുഖമാവും. മാറ്റമില്ലേ? അതോ പനി വന്നാൽ അങ്ങനെ തന്നെ ഇരിക്കുമോ? എന്തെങ്കിലും സുഖം വന്നാൽ അങ്ങനെ തന്നെ ഇരിക്കുമോ? ഇല്ല, അതിന് പോലും മാറ്റമുണ്ട്. ഈ ലോകത്ത് കാണുന്നതെല്ലാം മാറ്റമുള്ളതാണ്. എന്നാൽ മാറ്റമില്ലാത്ത ഒരു രാജ്യത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്, നാം അന്വേഷിക്കുന്നത്. അതാണ് എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത്? നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ല. എൻ്റെ വീട്, എൻ്റെ വസ്തു എന്നൊക്കെ പറഞ്ഞ് 90, 100, 110 വയസ്സ് വരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ പിന്നെ നമുക്കതുണ്ടോ? നമുക്കിവിടെ നിലനിൽക്കുന്ന ഒന്നുമില്ല. നമ്മൾ ദൈവത്തിനടുത്ത് പോകാനിരിക്കുന്നവരാ, ലോകത്തെ അന്വേഷിക്കുന്നവരാണ്. എല്ലാത്തിനും മാറ്റമുള്ളതാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, പോകത്തില്ലേ? എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല, എന്നേക്കും നിലനിൽക്കും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ആകാശം ഒഴിഞ്ഞു പോകും, ഭൂമി ഒഴിഞ്ഞു പോകും. നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി മാത്രം, ദൈവത്തിൻ്റെ വചനം മാത്രം. പ്രകൃതിയിൽ നമ്മൾ നോക്കിയാൽ മതി, ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത്. നിങ്ങളൊരു 10, 25, 30 വർഷം മുമ്പ് ഒരു യാത്ര ചെയ്താൽ, ഞാൻ കൊട്ടാരക്കരക്കാരനാണ്, ഞങ്ങൾക്ക് നല്ല ഒന്നാന്തര സ്ഥലമുണ്ട്, തെന്മല, ചെങ്കോട്ട, നല്ല ഒന്നാന്തരം മലയേറിയയാണ്.
മലയാ കൂടുതൽ. ഇപ്പോൾ അവിടെ ചെന്നാൽ ആ മലയൊന്നും കാണാനില്ല, എല്ലാം ഇടിച്ചു പൊളിച്ച്, കുന്നെല്ലാം ഇടിച്ചു പൊളിച്ചിട്ട് നല്ല ലെവലാക്കിയേക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി. വെറും മീറ്റർ ഗേജ് ആയിരുന്നു, അത് ബ്രോഡ് ഗേജ് ആയി. ഇപ്പം നാണ്ട അത് ഇലക്ട്രിഫൈ ചെയ്യുക. ഇതെല്ലാം ഇടിച്ചു പൊളിച്ചാണ് ചെയ്തത്. മാറ്റമില്ല എന്ന് കരുതിയതല്ല. നമ്മൾ പ്രകൃതിയെ ഇങ്ങനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുക. പരിസ്ഥിതി പ്രവർത്തകർ എപ്പോഴും പറയും, പ്രകൃതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി ആയതുകൊണ്ട് ദൈവത്തെ പോലെ തന്നെ അതിനെ കരുതേണ്ടതാണ് എന്ന് പറയും. പക്ഷെ നമ്മളങ്ങനെ പ്രകൃതിയെ കരുതുന്നത്, മഴ പെയ്യുമ്പോൾ മാത്രം എൻ്റെ ദൈവമേ ഇതെന്താ എങ്ങനെ പെയ്യുന്നതെന്ന് ചോദിക്കും. അതിന് മുമ്പുള്ള കാര്യം, ഞാൻ ഭൂമി മരങ്ങൾ വെട്ടിക്കളഞ്ഞുകൊണ്ടാണെന്നോ, ഞാനിപ്പോൾ ഇതെല്ലാം വയലെല്ലാം നികത്തിയത് കൊണ്ടാണെന്നോ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെന്നോ ഒന്നും ഞാൻ ചിന്തിക്കുകയില്ല. ഞാൻ ദൈവത്തോട് ചോദിക്കുക, എന്താ ഇങ്ങനെ മഴ പെയ്ത് ജലപ്രളയം ഉണ്ടാകുന്നത്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്? ഇവിടെ പറയുന്നു, പ്രകൃതി ദൈവത്തിൻ്റെ വരദാനമാണ്. അതുകൊണ്ട് പ്രകൃതിയെ നശിപ്പിച്ചാൽ ദൈവം ചോദിക്കും. സംശയമുണ്ടോ? പ്രകൃതിയെ വികൃതമാക്കുന്ന അനുഭവത്തിൽ അതിൻ്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. മാറ്റം വരുന്ന ഈ ലോകം, ഇത് പ്രകൃതിയിൽ മാത്രമല്ല മാറ്റമുള്ളത്, നമ്മുടെ പ്രകൃതത്തിലും മാറ്റമുണ്ട്. പ്രകൃതം എന്ന സ്വഭാവം എന്നാർത്ഥം. പ്രകൃതത്തിൽ മാറ്റമുണ്ട്. പഴയ കാലങ്ങളിൽ മാതാപിതാക്കളോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും അച്ചടക്കവും ഞങ്ങൾ തന്നെ കുറച്ചു. ഞങ്ങളൊക്കെ പിള്ളേരോട് കൂട്ടുകാരെ പോലെ പറയുന്നേ. നമ്മുടെ അപ്പച്ചനൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് പറയാതിരുന്നത് കഠിനമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചെങ്കിലും അവിടെ ഒരു അച്ചടക്കമുണ്ടായിരുന്നു. അവിടെ സ്നേഹത്തിൻ്റെ പ്രകടനത്തിന് പകരം സ്നേഹത്തിൻ്റെ വലിയൊരു ഭാവമുണ്ടായിരുന്നു. നല്ല സുഹൃതങ്ങളോടുകൂടെ ആ തലമുറ വളർന്നു വന്നു. ഇപ്പം ഞങ്ങൾ പിള്ളേരെ കൂട്ടുകാരായിട്ടാണ് കണക്കാക്കുന്നത്. അവർ പറയുന്നതിന് തമാശ പറയുമ്പോൾ നമ്മൾ ഇരട്ടി തമാശ പറയും. ഇനിയുള്ള ഞങ്ങളുടെ കാലം കഴിഞ്ഞ് നിങ്ങളൊക്കെ കൊച്ചുനാട്ടിൽ ഇപ്പോൾ ഉള്ള കാലമൊക്കെ വരുമ്പോൾ ഇനി എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അവരായിരിക്കും ഇപ്പോൾ അപ്പനും അമ്മയാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാലം മാറി വരുന്നു. പ്രകൃതി മാത്രമല്ല, പ്രകൃതങ്ങളും മാറുകയാണ്. മാറുന്ന ഈ ലോകത്ത്, മാറുന്ന പ്രകൃതിയിൽ, മാറുന്ന പ്രകൃതങ്ങളിൽ മാറാത്ത യേശുവിനെ നോക്കുകയാണ് നമ്മുടെ ദൗത്യം. നമ്മൾ ആരെയാ നോക്കേണ്ടത്? വരാനിരിക്കുന്ന ലോകത്തിനു വേണ്ടി നോക്കി പാർക്കുന്ന നമുക്ക്. അവിടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അന്വേഷണ ആഗ്രഹമെന്ന് പറയുന്നത് വരുവാനുള്ള ലോകത്തെക്കുറിച്ചും വരുവാനുള്ള ചിന്തകൾ. എന്തുകൊണ്ടാണ്? നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ. നമ്മളെല്ലാവരും ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരാണ്. വീട് പണിയാൻ ആഗ്രഹിക്കുന്നത് സാധാരണഗതിയിൽ പറയും, കുഞ്ഞുനാൾ മുതൽ സ്വതന്ത്രമായ ചിന്താഗതി ഉണ്ടാകുന്ന കാലം മുതൽ തന്നെ ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സാധാരണ നമ്മൾ എന്ത് ചെയ്യും? മണ്ണുകൊണ്ട് വീടുണ്ടാക്കി കളിക്കും. മണ്ണുകൊണ്ട്. കുറച്ചുകൂടി പ്രായമാകുമ്പോൾ നമ്മൾ 4 കമ്പൊക്കെ വെച്ച് മുകളിൽ വീടൊക്കെ വെച്ച് പുൽക്കൂട് ഉണ്ടാക്കുകയല്ലേ, അതുപോലെ ഒരു വീടൊക്കെ ഉണ്ടാക്കി ഇത് അതിൻ്റെ വീടെന്ന് പറഞ്ഞ് വെക്കാറുണ്ട്. അത് മനസ്സിലെ ആഗ്രഹമാണ്. ഒരു 10 വയസ്സ് കഴിയുമ്പോഴേക്ക് അങ്ങനെയുള്ള ആഗ്രഹമുണ്ട്. ഈ വളരെ കുഞ്ഞുനാളിൽ മനുഷ്യൻ്റെ ആഗ്രഹം നിറവേറ്റപ്പെടുന്നത് 40 50 വയസ്സാകുമ്പോഴൊന്ന് ഓർത്തു നോക്കി. എന്തുമാത്രം ആഗ്രഹിച്ച മനുഷ്യൻ്റെ വീടുണ്ടാക്കുന്നത്, എന്തുമാത്രം ആഗ്രഹിച്ച നമ്മളൊരു ഭവനം പണിയുന്നത്. അത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കാശുണ്ടാക്കി കടം മേടിച്ച് ലോൺ എടുത്ത് ഒക്കെ നമ്മളൊരു വീട് പണിയും. നല്ലതാകട്ടോ, വീട് പണിയണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ഷെൽട്ടർ ഉണ്ടാകുന്നത്, അഭയമുണ്ടാകുന്നതാണ്. അത് അഭയത്തിന് വേണ്ടിയേ വീടാകാവൂ എന്നുള്ള ഒരു ഓർമ്മ വേണം. കയറിക്കിടന്നാൽ മഴ നനയരുത്, കിടന്നാൽ ആരും ആക്രമിക്കാൻ വരരുത്, അന്യജന്തുക്കളൊന്നും കയറി വരരുത്. അതിനൊരു ഷെൽട്ടർ, ഒരഭയം.
അതാണ് വീട്. അതിലപ്പുറമായതെല്ലാം ആവശ്യമല്ല, അനാവശ്യമാണ്. ഒരു വീട് ആവശ്യമാണ്, ഒരു അഭയം ആവശ്യമാണ്. എന്നാൽ അതിനപ്പുറമെല്ലാം ആവശ്യമല്ല, അത് അനാവശ്യമാണ്, ആർഭാടങ്ങളാണ്. ആർഭാടം പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുകയില്ല. പക്ഷേ ആർഭാടമാണെന്ന് മനസ്സിലാക്കാനെങ്കിലും കഴിയണം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല. എത്ര വീടുണ്ടാക്കി വെച്ചാലും ഒരു 100 വർഷം ഒരു കെട്ടിടത്തിന് ആയുസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും പഴയ ചില വീടുകളൊക്കെ ഭംഗിയായിട്ട് ഉള്ള തറവാടുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുണ്ടാക്കുന്ന കെട്ടിടങ്ങൾക്ക് 25 വർഷം പോലും ആയുസില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പ്രകൃതി തന്നെ ഇതിനൊക്കെ വിള്ളലും വിണ്ടുകീറലും ഒക്കെ വരുത്തി നമ്മുടെ ഭവനം ശാശ്വതമല്ല എന്ന് വെളിപ്പെടുത്തി തരും. പ്രകൃതി തരുന്നത് പോട്ടെ, നമ്മൾ ഭംഗിയായിട്ട് നേരത്തെ പറഞ്ഞാൽ 10-ാം വയസ്സ് മുതൽ വീടൊക്കെ വെച്ച് കളിച്ച് 50 വയസ്സായപ്പോൾ ഒരു വീടുണ്ടാക്കിയെന്ന് വെച്ചു. ഒരുപാട് പേരെയൊക്കെ വിളിച്ച് നമ്മൾ പാല് കാച്ചി അതിനകത്ത് കുദാശയൊക്കെ ചെയ്ത് താമസിക്കും. എല്ലാവരും വന്ന് പറയും വെരി ഗുഡ് ഫൈൻ, നല്ലതാണെന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും സന്തോഷമാണ്, ഞാൻ വെച്ച വീട് സന്തോഷമെന്ന് പറയുന്നത്. കയറി താമസം തുടങ്ങി കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ പരിമിതികളെക്കുറിച്ച് മനസ്സിലാകുന്നത്. ഈ വാഷ് ബേസിന് ഒരല്പം കൂടെ പൊക്കി വെച്ചായിരുന്നെങ്കിൽ നമുക്ക് ശരിയായിട്ട് കൈ കഴുകാമായിരുന്നു. ഈ അടുക്കളയിലെ ഈ പാതകത്തിന് ഒരു 10 സെൻറ്റിമീറ്റർ കൂടെ മുമ്പോട്ട് നീളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ കൂടെ പാത്രങ്ങളൊക്കെ വെച്ച് ശരിക്കും സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നു. തോന്നിയിട്ടില്ലേ? ഈ സ്റ്റെയർ കേസിൻ്റെ കീഴിൽ ഈ കൈ കീഴാണ്ട് വെച്ച് തല വരുന്നവരുടെ തല മുട്ടും. അതവിടെ വേണ്ടായിരുന്നു. ചിന്തിക്കാറില്ലേ? പിറ്റേ ദിവസം മുതൽ തന്നെ പൊളിക്കുവാന്നാണ് പറയുന്നത്. വാഷ് ബേസിൻ പൊക്കി വെക്കും, പാതകം ഇടിച്ചു വെക്കും, പിറ്റേ ദിവസം ഒരു പണിയാണ്. അപ്പം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് നമ്മുടെ ഭവനമെന്ന് തോന്നിയാലും പിറ്റേ ദിവസം മുതൽ നമ്മൾ ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ വീട് എന്താ ഓർക്കേണ്ടത്? നമുക്കിവിടെ സ്ഥിരമായി 1000 വർഷം വെക്കത്തക്കവണ്ണം ഒരു വീടിനെ കിട്ടുകയില്ല. കുറേ നാളൊക്കെ ജീവിക്കാൻ നല്ല വീട് കിട്ടുമായിരിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലുള്ളത്, ഉയരിലുള്ളത് അന്വേഷിക്കുവാനുള്ള ചിന്ത നമുക്കുണ്ടാകണമെന്ന് പിതാക്കന്മാർ പറയുന്നു. പ്രകൃതി നമുക്ക് അനുകൂലമാണ്, നമുക്ക് സാഹചര്യങ്ങളുണ്ട്, ഒരു നല്ല വീട് വെക്കാനുള്ള ചിന്തകളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഓർക്കുക, ആവശ്യമാകാം, അനാവശ്യത്തിനാകരുത്. ഗാന്ധിജി ഭാരതത്തിൻ്റെ സ്വതന്ത്ര ശില്പിയായിരുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഭൂമിയിൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ട്, എന്നാൽ ആർഭാടത്തിനുള്ള അത്യാവശ്യത്തിനുള്ള സാധനം, അത്യാഗ്രഹത്തിനുള്ള സാധനം ചിലർക്ക് ഭയങ്കര അത്യാഗ്രഹമാണ്. ആഗ്രഹമല്ല ഉള്ളത്. ചിലരുടെ അത്യാഗ്രഹമുള്ളത് കൊണ്ട് ഈ ആഗ്രഹമുള്ളവരുടെ ആഗ്രഹം പോലും സാധിക്കാതെ പട്ടിണിയിലേക്ക് പോകുന്നു. എല്ലാവരുടെയും ആവശ്യത്തിന് ഈ ഭൂമിയിലുണ്ട്. അത് ഭാരതത്തിലുമുണ്ട്, ലോകത്തിലുമുണ്ട്, രാഷ്ട്രങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്തിനുള്ളതില്ല? അത്യാഗ്രഹത്തിനുള്ളത് ഇല്ല. ആഗ്രഹത്തിനുള്ളതെല്ലാം ഉണ്ട്, ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്. പലരുടെയും അത്യാഗ്രഹം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സമായി. നമ്മളൊന്ന് ഓർത്ത് നോക്കുക, നമ്മുടെ അത്യാഗ്രഹം കൊണ്ട് നമ്മുടെ ആർക്കും ഒരു പ്രയാസമുണ്ടാകരുത്, ഇല്ലായ്മ തോന്നരുത്. ആ പ്രയാസമില്ലാത്ത അവസ്ഥയിലാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ടത്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല.
വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. നമ്മുടെ അന്വേഷണത്തിൻ്റെ ശരിയായ പാത എന്ത് എന്ന് ഒരു നിമിഷം കൂടി ചിന്തിച്ച് അവസാനിപ്പിക്കാം. വരാനിരിക്കുന്ന ലോകം അതെങ്ങനെയാണ് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? ഈ ലോകം ശാശ്വതമല്ല, നമുക്കറിയാം. നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ കയ്യിലില്ലെന്നറിയാം. അത് എന്നേക്ക് നിലനിൽക്കുന്നറിയാം, അത് നശിച്ചു പോകുന്നറിയാം. എന്നാൽ ഈ ലോകം ശാശ്വതമല്ല എന്ന് കണ്ടിട്ട് എങ്ങനെയാണ് ദൈവികമായ ലോകത്തെ നേടിയെടുക്കാൻ കഴിയുന്നത്? എങ്ങനെ നേടിയെടുക്കാൻ കഴിയുക? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. നീതിമാൻ എന്നൊരു പദം വേദപുസ്തകത്തിലുണ്ട്. സങ്കീർത്തനങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വേദഭാഗമാണ്, വായിക്കാൻ ഇഷ്ടമാണ്. കാരണം അത് അകത്തി എഴുതിയേക്കുന്നത് ഏത് കണ്ണ് പെട്ടെന്നും വായിക്കാൻ പറ്റുന്ന പോലെ അകന്നകന്ന് എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളെ പോലെയല്ല. അത് കീർത്തനങ്ങളാണ്, പാട്ടുകളാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്. 1-ാം സങ്കീർത്തനത്തിൻ്റെ സമാപന വാക്യം ഇങ്ങനെയാണ്: യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകും. സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ അറിയുന്ന വഴി ആരുടേതാ? നീതിമാൻ്റെതാണ്. യഹോവ അറിയാത്ത വഴി ആരുടേതാ? ദുഷ്ടന്മാർ. അതുകൊണ്ട് ആ ദുഷ്ടൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ അനുഗ്രഹം തരുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ ദുഷ്ടൻ എങ്ങനെയാണ് എനിക്ക് ദോഷം വരുത്തുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല. കാരണം എന്താ? ആ വഴി ആരും അറിയുന്നില്ല, ദൈവം പോലും അറിയുന്നില്ല. ദൈവമില്ലാത്തവൻ്റെ വഴി ദൈവം എങ്ങനെ അറിയും? ദൈവമുള്ളവൻ്റെ വഴി ദൈവത്തിന് നന്നായി അറിയാം. ഓരോ നീതിമാനും ഈ ഭൂമിയിൽ നീതിയുടെ അനുഭവം കൊടുക്കുന്നത് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് നമുക്കും ദൈവത്തിൻ്റെ ഹിതം അറിയാം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ദൈവം നമുക്ക് തന്ന എന്തെല്ലാം കാര്യങ്ങൾ തലേ ദിവസം നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ട്, തന്നിട്ടില്ലേ? കാരണം എന്താ? നമ്മുടെ വഴി ദൈവവും ദൈവത്തിൻ്റെ വഴി നമ്മളും അറിയുന്നു. കാരണം നീതിയുടെ പദവിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ച് ചേർത്തിരിക്കുന്നത്. ഓരോ ദൈവ പൈതലിനും സഞ്ചരിക്കേണ്ടതായ വഴി നീതിയുടെ വഴിയാണ് എന്ന് കർത്താവ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെയുള്ള സഞ്ചാരമാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാരാ? ദൈവം. എനിക്ക് എന്തെല്ലാം വരുന്നുവെന്ന് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് ആർക്കാ? ദൈവത്തിന്. എന്തെല്ലാം അനുഗ്രഹമാണ് എനിക്ക് ലഭിക്കേണ്ടതെന്ന് അറിയാവുന്നത് ആർക്കാ? ദൈവത്തിന്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് വിധേയപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്വനായ പിതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് യേശു പ്രാർത്ഥിച്ചപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച പുത്രനാണ് യേശു ക്രിസ്തു. പിതാവിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം. ആ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിന് മാത്രം അറിയാവുന്ന നീതിയുടെ വഴിയെ തിരിച്ചറിയുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു പ്രയാസവും ഉണ്ടാകലെന്ന് ഓർത്ത് വെച്ചേക്കണം. പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. കാരണം നമ്മുടെ ഹൃദയത്തെ അറിയുന്നത് ദൈവമാണ്. ആ ദൈവമാണ് നമുക്ക് വഴിയും വഴികാട്ടിയുമാകുന്നത്. അതുകൊണ്ട് നീതിമാന്മാരായവരുടെ വഴി ദൈവം അറിയും. അവന് വഴി മുടക്കുകയില്ല. ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുവാനും ആ വഴിയിൽ കൂടെ സഞ്ചരിച്ച് ദൈവത്തിൽ തന്നെ എത്തിച്ചേരുവാനും അവന് ഭാഗ്യം കിട്ടും.
ഇപ്പം നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വഴിയാണ്. അതുകൊണ്ട് ആരാകണം? നീതിമാനാകണം. ദുഷ്ടൻ്റെ വഴി ദൈവത്തിന് പോലും അറിയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതിൻ്റെ യുക്തി എന്ന് പറയുന്നത്, ദുഷ്ടത എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളുടെ ജീവിത ശൈലിയാണ്. അതുകൊണ്ട് പല ദുഷ്ടന്മാരുടെയും പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും, ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ, ആരെങ്കിലും ദുഷ്ടന്മാരുണ്ടെങ്കിൽ ആ ദുഷ്ടത നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുള്ളത് ഓർക്കുക, നീതിമാന്റെ വഴി അറിയുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഏത് ശത്രു വന്നാലും, ഏത് അപകാരങ്ങളുണ്ടായാലും, ഏത് പ്രയാസങ്ങളുണ്ടായാലും എന്നെ നയിക്കുന്ന നടത്തുന്ന നീതിമാന്മാരുടെ വഴികാട്ടിയായ ദൈവം എന്നോടൊപ്പം ഉണ്ടാകും. ആ നീതിയുടെ വഴിയാണ് യഹോവ അറിയുന്ന വഴി, നീതിമാന്റെ വഴിയാണ്. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകും. അവൻ എവിടെയാ പോകുന്നതെന്നോ എങ്ങനെയാ പോകുന്നതെന്നോ ആർക്കും അറിയാൻ പാടില്ല. ദൈവത്തിന് അറിയാൻ പാടില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റുമോ? ദുഷ്ടൻ്റെ ഹൃദയം എങ്ങനെയാ സഞ്ചരിക്കാൻ ദൈവത്തിന് അറിയത്തെങ്കിൽ നമുക്കതറിയാൻ പറ്റുമോ? വരുന്നത് അനുഭവിക്കാതെ എന്നല്ലാതെ വേറെ നിവർത്തി വല്ലതും ഉണ്ടോ? പക്ഷെ ഓർക്കുക, ഏത് പ്രയാസഘട്ടങ്ങളിലും നീതിമാന്മാരെ കരുതുന്ന ഒരു ദൈവം, നമ്മൾ നീതിമാന്മാരാണെങ്കിലും നമ്മളോടൊപ്പം നമ്മളെ കരുതും, നമ്മളെ സ്നേഹിക്കും. നമ്മൾ ഓർത്തു നോക്കുക, ഒന്നുകിൽ നല്ലത് പ്രവർത്തിച്ച് നീതിമാനാകുക, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും. ദുഷ്ടത പ്രവർത്തിച്ചാൽ ദുഷ്ടതയുടെ സംസർഗമുണ്ടെങ്കിൽ പോലും നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നില്ല. കാരണം യഹോവ അറിയാത്ത വഴിയായിട്ടാണ് ഈ ദുഷ്ടന്മാരുടെ ഹൃദയ ചിന്തകളെ യഹോവ തന്റെ സങ്കീർത്തനത്തിൽ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നന്മ ചെയ്ത് എന്താകണം? നല്ലവനാകണം. അല്ലെങ്കിൽ തിന്മ ചെയ്ത് ദുഷ്ടനാകണം. ഏതാകാൻ ആഗ്രഹം? നന്മ ചെയ്ത് നല്ലവനാകാനാണോ? നന്മ ചെയ്ത് നല്ലവളാകാനാണോ? നന്മ ചെയ്ത് നല്ല കുഞ്ഞാകാനാണോ ആഗ്രഹം? അതോ തിന്മ ചെയ്ത് ദുഷ്ടനാകാണോ? അതെല്ലാം ഒരു വകുപ്പാണ്. കുഞ്ഞാന്നേലും മുതിർന്നതാന്നേലും ദുഷ്ടത എന്ന് പറയുന്നത് വലിയ ഒരു ദുഷ്ടനാണ്. നീതിമാൻ എന്നുള്ളതിന് കുഞ്ഞിന് ചില പരിഗണന കിട്ടിയേക്കാം, ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ചില പരിഗണന കിട്ടിയേക്കാം. അത് ആരിൽ നിന്നാണ് കിട്ടുന്നത്? ദൈവത്തിൽ നിന്ന്. പക്ഷേ ദുഷ്ടന്മാർക്കെല്ലാം ഒരു ഗതിയേ ഉള്ളൂ, ദൈവം അറിയാത്ത വഴിയാണ്. അത് നാശകരമാണെന്നാണ് പറയുന്നത്. നാശത്തിലേക്കുള്ള പാതയെന്നല്ല, നാശകരമാണ്. കൂടെ കൂടുന്നവനും കൂടെ നിൽക്കുന്നവനും ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ദോഷമാണ്. അതുകൊണ്ട് ഒന്നുകിൽ നന്മ പ്രവർത്തിച്ച് നല്ലവനാകുക, അല്ലെങ്കിൽ തിന്മ പ്രവർത്തിച്ച് ദുഷ്ടനാകുക. നന്മ നല്ലവനായാൽ വരാനുള്ള ലോകത്തിലെ ഭാഗ്യം കിട്ടും. തിന്മ പ്രവർത്തിച്ച് ദുഷ്ടനായാൽ വരാനിരിക്കുന്ന ലോകത്തിലെ നിർഭാഗ്യം കിട്ടും. ഏതായാലും ഒന്നുറപ്പാണ്. അതുകൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ല. മനുഷ്യവർഗത്തിന് നന്മ ചെയ്ത് നല്ലവനാകാനുള്ള ചിന്ത സ്വാഭാവികമായിട്ട് നല്ലതാണ്. ഒരിക്കലും തിന്മ ചെയ്ത് ദുഷ്ടനാകാൻ ആരും ആഗ്രഹിക്കുകയില്ല. പക്ഷേ മനുഷ്യൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും തിന്മയുള്ളതാണെന്നാണ് പറയുന്നത്, അല്ലേ? ചിലപ്പോഴെങ്കിലും നമ്മൾ തിന്മ ചിന്തിക്കാറുണ്ട്, പ്രവർത്തിക്കാറില്ലെങ്കിലും ചിലപ്പോൾ പ്രവർത്തിക്കാറുണ്ട്. നമ്മുടെ ആഗ്രഹം എന്താ? ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം താനും, സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷം ഉണ്ടാകാൻ താനും, വരാൻ്റെ ലോകത്തിലെ ഭാഗ്യം കിട്ടുകയും വേണം. ഇച്ചിരി തെറ്റുകൾ ചെയ്യുകയും വേണം. ഇതിനിടയ്ക്ക് ഒരു പരുവം ഉണ്ടായെന്നല്ലായിരുന്നു. രണ്ട് കാര്യങ്ങളെ വേദോസ്തമുള്ളൂ. ഒന്ന്, നല്ലവർ, നീതിമാന്മാർ. അത് നീതി പ്രവർത്തിക്കുന്നവർ, ദൈവത്തിൻ്റെ വഴി അറിയുന്നവർ, അത് നീതിമാൻ. അവൻ ഒരു ദോഷം സംഭവിക്കാതെ ദൈവം അവനെ കാത്തോളും. രണ്ടാമത്തെ ആളുകൾ ആരാ? ദുഷ്ടന്മാർ. ആ ദുഷ്ടന്മാരുള്ള സങ്കീർത്തനത്തിൽ അൺഗോഡ്ലി എന്നാണ്, ദൈവമില്ലാത്തവർ എന്നാണ് ശരിക്കുള്ള അതിൻ്റെ അർത്ഥം. ദുഷ്ടന്മാർ എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കുന്ന വാക്ക് അൺഗോഡ്ലി എന്നാണ്, ദൈവം ഇല്ലാത്തവർ. ദൈവമുള്ളവർക്കെല്ലാം സൗഭാഗ്യങ്ങളും അവരുടെ ദൈവമുള്ളവരുടെ വഴി നന്മയിൽ പോയാലും തിന്മയിൽ പോയാലും പ്രയാസത്തിൽ പോയാലും ആരറിയുന്നു? ദൈവം അറിയുന്നു. അൺഗോഡ്ലി, ദൈവമില്ലാത്തവൻ്റെ, ദൈവത്തിൻ്റെ ദൈവിക ചിന്തയില്ലാത്തവരുടെ മനസ്സ്
അങ്ങനെ സഞ്ചരിക്കുന്നു. അവൻ്റെ വഴി അവൻ തന്നെ കണ്ടുപിടിക്കുന്നു, അവൻ തന്നെ മുടിഞ്ഞു പോകുന്നു, അവൻ തന്നെ നശിച്ചു പോകുന്നു, അവൻ തന്നെ അഗ്നി നരകത്തിന് ഓഹരിക്കാരനായി തീരുന്നു. ഇതിനിടയ്ക്കൊരു പരുവുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരുന്നില്ലേ? അല്പമൊക്കെ നന്മ ചെയ്യുകയും നമ്മളെപ്പോലെ അല്പമൊക്കെ ദോഷം ചെയ്യുകയും. ദൈവത്തിന് മുമ്പിൽ ഇല്ല ഇങ്ങനത്തെ ആളുകൾക്ക് യാതൊരു വിധമായ പരിഗണനയുമില്ല. അല്പം നന്മ ചെയ്യുകയും അല്പം തിന്മയും ചെയ്യുന്ന ആളുകൾക്ക് ദൈവത്തിന് പരിഗണനയില്ല. അവിടെ ഉള്ളത് രണ്ട് വിഭാഗമേ ഉള്ളൂ. ഒന്ന്, നീതി പ്രവർത്തിക്കുന്ന നീതിമാൻ. വരാനുള്ള ലോകത്തിൽ ഈ ഭൂമിയിൽ നിന്നുള്ള അധ്വാനങ്ങളെ സമർപ്പിച്ച് ദൈവസ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ ഓർക്കുക, നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ല. ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്, ഇതെല്ലാം മാറിപ്പോകുന്നതാണ്, ഇതെല്ലാം മാറ്റമുള്ളതാണ്. വരാനുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ പ്രതിഫലത്തെക്കുറിച്ച് നമ്മളൊന്ന് ഓർത്തു നോക്കുക. നീതിമാന്റെ പ്രതിഫലം ലഭിക്കുന്നത് നീതിമാനാണ്. ദുഷ്ടതയ്ക്കുള്ള പ്രതിഫലം ലഭിക്കുന്നത് ദുഷ്ടന്മാർക്കാണ്. അതുകൊണ്ട് ഈ രീതിയിൽ നന്മ ചെയ്ത് നല്ലവനാവുകയും തിന്മ ചെയ്ത് ദുഷ്ടനാകുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നമുക്ക് നന്മ ചെയ്യാനുള്ള അനുഗ്രഹം, ആഗ്രഹം കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്താം. നമുക്കെല്ലാവർക്കും നന്മ ചെയ്യുന്നതല്ലേ സന്തോഷം, അല്ലേ? നന്മ ചെയ്യാം, നല്ലവരാകാം. ദുഷ്ടനെ എതിർത്ത് നിൽക്കാനുള്ള ആത്മീയമായ ധൈര്യം നമുക്കുണ്ടാകത്തക്കവണ്ണം നമ്മുടെ നിത്യജീവിതത്തെ ക്രമപ്പെടുത്താം. ഈ ധ്യാനം നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഈ പുണ്യവാന്റെ സന്നിധിയിൽ നമ്മൾ വന്നിരുന്ന് ഈ വചനങ്ങൾ കേൾക്കുക. സഭയുടെ ആരാധനയിൽ ആത്മാർത്ഥമായി നമ്മൾ സംബന്ധിക്കുക. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന ആത്മീയ സംഘമായി ഈ ദേവാൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ ആത്മീയ സംഘത്തിൽ ഓരോരുത്തരും ദൈവസന്നിധി വിലയുള്ളവരാണ്. ഈ ഇരിക്കുന്ന ഓരോ ആളുകളും ദൈവസന്നിധിയിൽ വിലയുള്ളവരാണ്. നമ്മൾ ഓരോരുത്തരെയും ദൈവം കരുതുന്നതാണ്. ദൈവം സ്വർഗരാജ്യ അവകാശത്തിലേക്ക് നമ്മളെ മാടി വിളിക്കുന്നവരാണ്. ആ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം നമ്മൾക്കുണ്ടാകുവാൻ, ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുവാൻ വരാനുള്ള ലോകത്തിന് വേണ്ടി നോക്കി പാർക്കുന്ന നമുക്ക് ദൈവസന്നിധിയിൽ ലഭിക്കുന്ന ദൈവിക സ്വീകാര്യത എത്രയോ വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. നമ്മുടെ അന്വേഷണം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വെറും എൻക്വയറിയോ വെറും സെർച്ചോ ആകാതെ സൂക്ഷ്മമായി ഹൃദയം കൊണ്ട് അന്വേഷിക്കുന്ന ഒരു സമൂഹമായി നമുക്ക് തീരാം. എൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ ദൈവത്തെ അന്വേഷിക്കാം. നമ്മുടെ ഓരോരുത്തരും ഹൃദയം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം ഉയർത്തി, മനസ്സുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ദൈവത്തിൻ്റെ മനസ്സും ഒന്നായി തീർന്ന് ആ ആത്മീയമായ ഐക്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ അന്വേഷണം പൂർണ്ണമാണ്. ഇല്ലെങ്കിൽ ഈ ലോക കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടന്ന് ഒടുക്ക ഒരു കൂനം കിട്ടിയ മനുഷ്യനെ പോലെ നമുക്കൊന്നുമല്ലാതിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. നാം അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യമാണ്, ദൈവത്തിൻ്റെ നീതിയാണ്. രണ്ടാമത് ചിന്തിച്ചു, വരാനിരിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ചിന്ത. നമുക്ക് വരാനിരിക്കുന്നത് പഞ്ചാംഗം തരുന്നതല്ല, വരാനിരിക്കുന്നത് വാരഫലം തരുന്നതല്ല, വരാനിരിക്കുന്നത് ദൈവത്തിൻ്റെ നിത്യമായ ഒരു രാജ്യമാണ്. ആ നിത്യരാജ്യത്തിലെ സന്തോഷമാണ്, ആ നിത്യജീവൻ്റെ അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. വരുവാനുള്ളത് നാം അന്വേഷിക്കണം. ദൈവമേ,
എനിക്ക് എന്തെല്ലാമാണ് വരാനിരിക്കുന്നതെന്ന് അവിടുന്ന് മാത്രമേ അറിയുന്നുള്ളൂ. എന്നെ അവിടുന്ന് വഴി നടത്തണമേ ദൈവത്തോട് പ്രാർത്ഥിക്കണം. വരാനുള്ളതിനെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ചല്ല, കമ്മിങ്ങിനെ കുറിച്ചല്ല, ഫോർ കമ്മിങ്, ദീർഘവീക്ഷണത്തോടുകൂടെ വരാനിരിക്കുന്നത്, എനിക്ക് ദൈവം എന്താണ് തരാനിരിക്കുന്നത് എന്ന് ആഗ്രഹിക്കുന്ന അനുഭവത്തിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. ഈ ശാശ്വത മാറ്റമുള്ള ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത വചനത്തെ സ്നേഹിച്ച് മാറ്റമില്ലാത്ത ദൈവത്തോട് ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പിതാക്കന്മാരുടെയും പരിശുദ്ധ മാതാവിൻ്റെയും എല്ലാ ശുദ്ധിമാരുടെ മധ്യത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.